ഗുഡ് മോർണിംഗ് എല്ലാ പ്രേക്ഷകർക്കും ഈ വാർത്താ പ്രഭാതത്തിലേക്ക് സ്വാഗതം. തെക്കൻ കേരളത്തിൽ പൊതുവെ ഇന്ന് മഴ കനത്തു തുടങ്ങിയിട്ടുണ്ട്. മഴയിൽ കുതിർന്ന ഒരു പ്രഭാതത്തിലേക്കാണ് ഇന്ന് പ്രേക്ഷകർ കൺചിമ്മി ഉണരാൻ പോകുന്നത്. അതിശക്തമായ മഴ ഇന്നും നാളെയും തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. അയ്യോ അയ്യോ മരമടിഞ്ഞ് വീട്. അയ്യോ ആരെങ്കിലും ഓടി വരണേ. ആരെങ്കിലും പെണ്ണുങ്ങൾ ആരെങ്കിലും ഓടി വരണേ. അയ്യോ പെണ്ണുങ്ങൾ ആരെങ്കിലും ഓടി വരണേ. അതെന്താ ആണുങ്ങൾ ഓടി വരണ്ടേ? എടാ എന്റെ വീട്ടിന് ചുറ്റും ഈ പരിസരത്തുള്ളവന്മാർ കിടന്ന് കറങ്ങുക. ഈ കാരണം പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരുത്ത എന്റെ വീട്ടിൽ കയറണ്ട. കാണാൻ കൊള്ളാന്നുള്ള ഒരു പെണ്ണ് എനിക്ക് കിട്ടിയ എത്ര കുറ്റമായി പോയടാ. അയ്യോ ലക്ഷ്മി ലക്ഷ്മി എവിടാ വരാൻ. എന്റെ പെണ്ണുമ്പിള്ളയാ ജീവ. വിളിച്ച് എന്റെ തൊണ്ടയും പോയി. എന്റെ അവസ്ഥ കണ്ട. ലക്ഷ്മി എന്ന് പറഞ്ഞ എന്റെ പെണ്ണുമ്പിള്ളയെ ഒന്ന് വിളിക്കാവോ? ലച്ചു ഉയരേട്ടാ എങ്ങനെ ഇരിക്കണ്? സ്വന്തം ഭർത്താവ് ഇവിടെ കിടന്ന് തൊണ്ട കയറി വിളിച്ചിട്ട് അവള് കേട്ടില്ല. ഒരു ചെറുപ്പക്കാരന്റെ കിളിക്കൊഞ്ചല് കേട്ടപ്പം എൻകാട്ടാന്ന് നിന്നെ അവളെ എന്റെ അടുക്കളയിലിട്ട് ഞാൻ പൊക്കോടാ. അയ്യോ ഉയരേട്ടാ ദൈവമേ എന്റെ പൊന്നു ദൈവമേ നാ ചക്കിപ്പരുന്ന് പറന്നിറങ്ങിയേ വീട്ടിലിറങ്ങി. അയ്യോ ഉയരേട്ടാ എന്നെ വിളിച്ചായിരുന്നു. ഉയരേട്ടനാ? പിന്നെ അല്ലാതെ ജീവന്റെ പര്യായപദം എന്താ? ഉയിര്. അപ്പൊ എനിക്ക് ഉയരേട്ടൻ തന്നെ. അതിലൊരു വാക്ക് മാറ്റി എന്നെ കൊണ്ട് വിളിപ്പിക്കരുത്. നിങ്ങൾ ഇതെന്തോന്ന് മനുഷ്യ കാണിക്കുന്നത്? ഒന്നെടടി. എന്തോന്ന് നീന്റെ അടി കയറി കിടക്കുന്നത്? ഒന്നെടുക്കായി ദൈവമേ ഒന്നെടുക്കടി. അയ്യോ ഭാഗ്യം. ചക്ക എടുത്തോണ്ട് പോണം. അയ്യോ നീ എന്നിട്ട് ചക്ക എടുത്ത് വെച്ചിരിക്കണത്? പിന്നെ നിങ്ങൾ എടുക്കാനാ? പിന്നെ ഈ ചക്കയാണെങ്കിൽ നമുക്ക് ഉച്ചയ്ക്ക് വെട്ടിപ്പറയും വേവിച്ചും കറി വെച്ചൊക്കെ തിന്നാം. ഇത് ഒരു ഗുണമില്ലെന്നേ. എടി ഒന്ന് സഹായിക്കും, ഒന്ന് സഹായിക്കും. നിങ്ങളെ അമ്മാ എന്തോന്ന് കാണിക്കുന്ന മനുഷ്യ. ഭയങ്കര ഉറുമ്പ്. പിന്നെ എന്റെ അടുത്ത് നിനക്കും എനിക്ക് നിന്റെ അടുത്തും ഉള്ള സ്നേഹം കാരണം പ്രകൃതി ശോഭിച്ചിട്ടാണ് ഇതെല്ലാം കൂടെ ഒടിഞ്ഞു പറഞ്ഞു ഇവിടെ വീണത്. പ്രകൃതിയുടെ ഉച്ചി മനുഷ്യ നിങ്ങളുടെ പലതവണ പറഞ്ഞ് ഈ വീടിന്റെ മുതലാളിയുടെ അടുത്ത് പോയി പറഞ്ഞ് ഈ മരം മുറിക്കാൻ ഞാൻ നിങ്ങൾ പലതവണ പറഞ്ഞ അപ്പൊ നിങ്ങൾക്ക് പറ്റൂല. ഇങ്ങനെ ഞാൻ മറ്റേ മണിയന്റെ അടുത്ത് പറഞ്ഞ അപ്പൊ ഇയാൾക്ക് ഡബട്ട. ശശിയുടെ അടുത്ത് പറഞ്ഞ് മരം മുറിക്കാൻ വരാൻ അങ്ങനെ ഇങ്ങക്ക് ഡബട്ട. മുരളിയുടെ അടുത്ത് പറഞ്ഞ് മരം മുറിക്കാൻ വരാൻ അപ്പോഴും ഇയാൾക്ക് ഡബട്ട. എന്താ ഈ ഡബട്ട? ഡബട്ട അറിഞ്ഞൂടാ? ഇല്ല. സംശയം. സംശയം. അയ്യോ ഈ വലിയ വായിന്ന് വന്നത് കണ്ടോ സംശയം. ഒന്ന് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. പബ്ലിക്കായിട്ട് എന്നെ ഇങ്ങനെ അനുക്ഷേപിക്കരുത് കേട്ടല്ല. അനുക്ഷേപിക്കരുതെന്ന്. എന്താ ഒന്നുമില്ലേലും ഞാൻ ദേവത വാഴുന്ന ഒരു തറവാട്ടിൽ വന്ന പെണ്ണല്ലേ മനുഷ്യ. കറക്റ്റാ, ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടാ. ഈ പറഞ്ഞ ദേവതയും ഇവളെ അച്ഛനെയും കൂടി ഇവളെ അമ്മ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പൊക്കി. അതിനുശേഷം ഈ ദേവതയെ പിന്നെ കണ്ടിട്ടേ ഇല്ല. മനസ്സിലായല്ലോ. ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. കല്യാണത്തിന് ശേഷം നിങ്ങൾ മാത്രമാണ് മനുഷ്യ എന്റെ ഹീറോ. അതല്ലെങ്കിലും അങ്ങനെ തന്നെ. അതിപ്പോ കുടുംബജീവിതത്തിലായിരുന്നാലും സിനിമയിലായിരുന്നാലും ഹീറോ ഒന്നേ ഉള്ളൂ. വില്ലന്മാരൊന്നോ രണ്ടോ നമുക്ക് സഹിക്കാം. ഒരു പഞ്ചായത്ത് മുഴുവൻ ഇനി ഒരു നിമിഷം ഇങ്ങനെയാണ് ഞാൻ ജീവിക്കില്ല. ഞാൻ ഇറങ്ങി എവിടെയെങ്കിലും പോകാൻ പോകണം. നിങ്ങൾ ചുമ്മാ ആവശ്യമില്ല നിങ്ങളെ കുത്തുവാക്കും ഉപദ്രവം കൊണ്ട് എനിക്ക് ജീവിക്കാൻ പറ്റൂല. നിന്നെ ഞാൻ കാട്ടാൻ കേട്ടാ. ഇക്കളിയാക്കല്ലേ? ഇക്കളിയാ? അയ്യോ അയ്യോ പഠിച്ചതല്ല, ഞാൻ വെറുതെ ഒന്ന് തള്ളിയതാ ചേട്ടാ. ഒരു കാണിക്കോടി ഇവിടെ കിടന്നിട്ട് ഒരു കാണിക്കോടി ഒരു കാണിക്കോടി ഒരു കാണിക്കോടി കെട്ടിക്കൊണ്ട് വന്നതിന് ശേഷം തുടങ്ങിയ നിങ്ങളുടെ ഈ ക്രൂര പീഡനം എന്റെ അടുത്ത്. ഒന്നുമില്ല, ഞാൻ ഒരു ഭാര്യയില് ഒരു അന്യ കുടുംബത്തിൽ വന്ന് കയറി ഒരു സ്ത്രീയെ നിങ്ങൾ ഇങ്ങനെ അപമാനിക്കാമോ, ഇങ്ങനെ ഉപദ്രവിക്കാമോ? നാട്ടുകാർ അല്ല പിന്നെ പാൽ കുടിക്കും തേങ്കട്ടി. ചക്ക പുഴുങ്ങണോ കറി വെക്കണോ?
ചക്ക പായസം തന്നെ ആയിക്കോട്ടെ. പതുക്കെ പോ. ഒന്നാതെ എല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞിരിക്കുകയാണ് ഈശ്വരാ. ഇതിനെയൊക്കെ മേച്ചോണ്ട് പോണ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിനി എങ്ങനെ വെട്ടി മാറ്റും? കയ്യും പോയി കാലും പോയി. ജൂണിലെ നിലാമഴയിൽ ജൂണിലെ നിലാമഴയിൽ ആണ്ട്രാ, ഓരോന്നിനെ ഒരു സൈഡിൽ കൂടെ ഒതുക്കിക്കൊണ്ട് വരും. ഒരു സ്റ്റീഫൻ ദേവസ്യ നനഞ്ഞു പോകുന്നു വീട്ടിനകത്തൂടെ വരണേ. സ്റ്റീഫൻ ദേവസ്യല്ല, പിന്നെ ഞാനേ സഹായിക്കാൻ വന്നത് അറിഞ്ഞില്ലയോ? ഇല്ല. കേരളം മൊത്തം ഫ്ലൂട്ട് മനസ്സിലായില്ല. ഇങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുമല്ലോ. എടാ അത് ഫ്ലഡ്. ബ്ലഡെങ്കിൽ ബ്ലഡ് വെട്ടട്ടെ. എന്താടാ കാണിക്കുന്നത്? എടാ എന്തോ കാണിക്കുന്നേ? വെട്ടണ്ടേ? നീ എന്തിനാ അവിടെ വന്നത്? നീ എന്തിനാ ഇവിടെ വന്നത്? അല്ല, മരം ഒടിഞ്ഞു വീണല്ലോ, അപ്പൊ സഹായിക്കണ്ടേ? അതിന് നമ്മൾ പുറത്തായിട്ടും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതിന്റെ ബാക്കിൽ ആടിന് തോലിറക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ നോട്ടം മൊത്തം ഇങ്ങോട്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അതല്ല, പിന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഈ മരം ഇതിന്റെ അകത്ത് വീണ്. അപ്പൊ നേരെ നിങ്ങളുടെ വീടിന്റെ ഓണർ ഇല്ലേ, പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞ്, അണ്ണാ ഞാൻ കയറി അത് വെട്ടിക്കോട്ടെ, തോലെടുത്തോട്ടെ, അപ്പൊ ഫ്രീ ആയിട്ട് വെട്ടിത്തരാന്ന്. പുള്ളി പറഞ്ഞ് വെട്ടിക്കോളാൻ പറഞ്ഞു. അവൻ എന്റെ അടുത്ത് അല്ലെങ്കിലും ശത്രുതയാ. കാരണമുണ്ട്, ഇവിടെ വന്ന് വാടക വാങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. അണ്ണാ ഇത് ഞാൻ വെട്ടാം. നിനക്ക് അതിനൊക്കെ വെട്ടാൻ കോപ്പന. എനിക്ക് എല്ലാ പണിയും അറിയാം. എന്താ? ടൈൽസ് പണി, മേശിരി പണി, പെയിന്റിങ്, എല്ലാ പണിയും എനിക്കറിയാന്ന്. എല്ലാം അറിയോ? അപ്പൊ നാളെ രാവിലെ ഒരു കരൾ മാറ്റിക്കൽ ശസ്ത്രക്രിയ ഉണ്ട്, വരൂ. അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എല്ലാം അറിയാന്ന് പറഞ്ഞാൽ അങ്ങ് തള്ളി വെക്കണേ. അങ്ങനെയല്ല, മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മണലൂറ്റല. എടാ അത് പ്രകൃതിക്ക് ദോഷമാണ്. പ്രകൃതിയെ നശിപ്പിക്കരുത്. പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മയാണല്ലേ? കുഴപ്പമില്ല, അമ്മ മണ്ണെടുത്ത് ഞാൻ ഒന്നും പറയില്ല, സ്വന്തം അമ്മയില്ലേ. അയ്യോ, ഇവനെ സൂക്ഷിക്കണമല്ലോ. നീ എപ്പോഴും എത്ര മണിക്ക് വെട്ടോടാ? ഇത് സമയം എടുക്കും. ഇത് കുറച്ച് സമയത്തുള്ളിൽ ഞാൻ റെഡിയാക്കിക്കോളൂ. പൊക്കളാണ്, കുറച്ച് സമയം എടുക്കത്തുള്ളൂ. കുറച്ച് സമയം എടുക്കത്തുള്ളൂ. അണ്ണാ അണ്ണാ ദാഹിക്കുന്ന ഈ മഴയത്ത് ദാഹോടാ. എനിക്ക് ചുണ്ട് ഭയങ്കര വരൾച്ച, എന്തായാലും തരുവോ? ഒരു ഫ്രഞ്ച് ജ്യൂസ് തന്നാലാ? എന്റെ സ്റ്റോക്ക് ഉണ്ടാ വേണ്ടെന്ന്. അടിന് തോല് വെക്കണം. ദൈവമേ, നല്ലവണ്ണം പണി അറിയാന്ന് തോന്നുന്നു കേട്ടോ. കേട്ട് ആര്? ഞാൻ നിന്റെ ഭർത്താവ്. ഇത്രയും കാലമായിട്ട് അറിഞ്ഞുകൂടിയടി. ആര്? എവിടെ ഉള്ള? അങ്ങ് അപ്പുറത്തെ കലങ്ങിന്റെ അവിടെ. എപ്പുറത്ത്? താണ്ടി ഇതിന്റെ അപ്പുറത്തൂടെ സ്കൂളില്ലേ, അവിടെ അങ്ങോട്ട് പോണോ? ഇവിടെ എന്തിനു വന്ന്? ഇവിടെ എന്തിനു വന്നേ? ഇവിടെ ഇതെങ്ങനെ വീഴുന്ന ഞാൻ കണ്ട അങ്ങനെ വന്നയാണ് ഞാൻ. പിന്നെ എന്താ സംഭവം? സംഭവം എന്താണ്? നിങ്ങൾ ഏതായാലും കെട്ടിക്കൊണ്ടുവന്ന് 5-6 വർഷം എന്നെ ഇവിടെ ഇട്ട് പൂട്ടിയിട്ടേക്കല്ലേ, ഒരു കൂട്ടിലിറച്ച കിളിയെ പോലെ. ഒരു മനുഷ്യനെ ജീവനോടെ കാണുന്ന ഇപ്പോഴാണ്. ഞാനൊരു മനുഷ്യനെ കാണണമെങ്കിൽ ഇവിടുത്തെ TV ഓണാക്കണം. അപ്പൊ ഞാൻ മനുഷ്യനല്ലേടി? ഞാൻ മനുഷ്യനല്ലേ? ഇതിനേക്കാ മനുഷ്യൻ വിളത്തി കൂട്ടുവാരെങ്കിലും. അതെ, ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാ. കേറിപ്പോ. വിശ്വസിക്കാൻ പെട്ടെന്ന് തീർത്ത് തരാണ്ണ. എങ്ങനെ? ഇത് പെട്ടെന്ന് സമയം ഒരു അരമണിക്കൂർ മതി. ഇത് തീർത്തിട്ട് ഞാൻ പൊക്കളാ. ഞാൻ അരമണിക്കൂർ കൊണ്ട് ഇത് വെട്ടി തീർക്കും. ഒരാഴ്ച കൂടെ കിടന്ന് മെഴുകാനുള്ള പരിപാടിയായി. അല്ല, അത് ചെയ്തിട്ട് പാരുന്നു. ഇതിനാണെങ്കിൽ മൂർച്ചയും ഇല്ല. അത് മൂർച്ചയില്ല. ചെന്ന് മൂർച്ചയുള്ള ഒരു സാധനം എടുത്തോണ്ട് പാടി. എന്നാ പിന്നെ ഞാൻ പോയി എടുത്തോണ്ട് വരാം. പെട്രോൾ ഇല്ല, ഞാൻ അടിച്ചു തരണമായിരിക്കും. പണി ചെയ്യാൻ നോക്ക്. സിനിമ നടിയെ കണക്ക് ഇരിക്കുന്നല്ലേ. അതങ്ങ് സുഖിച്ച്. ഞാനേ സത്യം പറഞ്ഞ ഒരാളെ കാണാൻ വേണ്ടി വന്നതാ. എനിക്കറിയാം, കടലിൽ കിടന്നും രാജകുമാരൻ വരും എന്നെ കാണാൻ. നിങ്ങളെ കാണാനല്ല, പിന്നെ സത്യം പറഞ്ഞോണ്ടല്ലേ എനിക്കൊരു പ്രേമമുണ്ട്. നിങ്ങളുടെ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. ചേച്ചി ഇതാണ്ട് അങ്കമാടിയുടെ ഫ്രണ്ടിലില്ലേ, അവിടെ കിങ്ങിണി എന്ന് പറഞ്ഞൊരു കൊച്ചില്ലേ. കിങ്ങിണി കുട്ടി. കിങ്ങിണിയായിട്ട് ഞാൻ ഭയങ്കര പ്രേമത്തിലായിരുന്നു. അവിടെ ചേട്ടൻ എന്നെ പിടിച്ച് വഴക്കൊക്കെ പറഞ്ഞു. അതുകൊണ്ട് ഞാൻ ഒളിച്ചു വന്ന് നിന്നാ കണ്ടോണ്ടിരിക്കുന്നത്. അങ്ങനെയല്ലേ ഇങ്ങോട്ട് കയറി. ചേച്ചിയുടെ അടുത്ത കൂട്ടുകാരിയല്ലേ. എന്തോ പറഞ്ഞത്? നിനക്ക് സ്നേഹമാണെന്നോ? ഇടാ, എന്റെ ചേട്ടന് അറിഞ്ഞാലുള്ള കുഴപ്പം അറിയാം. അവിടെ നിനക്ക് ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി അതാ അറിയാം. ഈശ്വരോ, അവ എന്തോ അവളടുത്ത് പറഞ്ഞു. ഇവളെന്ത് പാവം, ഇവളെയാണ് പാവത്തിനെ ഞാൻ സംശയിച്ചത്. പതിവ്രത. അനിയൻകുട്ടോ, ഓ കേട്ടോ, ശരിയാടാ. അത്രക്ക് ഇഷ്ടമോ? ഭയങ്കര ഇഷ്ടമാ.
ഭയങ്കര ഇഷ്ടവും ആത്മാർത്ഥമായിട്ടുള്ള ഇഷ്ടം. എങ്ങനെ ഇരിക്കുന്നു? ഒറ്റയടിക്ക് മറിഞ്ഞത് കണ്ട എന്നെ കൊല്ലൂടി ഞാൻ. ആത്മാർത്ഥ ഇഷ്ടം തന്നെയല്ലേ? തന്നെ. എന്നാ വിളിച്ചിറക്കി കൊണ്ടുപോയി പൊന്നുപോലെ നോക്കൂ. നോക്കും. എല്ലാം തീരുമാനിച്ചുറപ്പിച്ചു വെച്ചിരിക്കുക. കൊണ്ടുപോണൊക്കെ ശരി തന്നെ. പട്ടിണിക്കിടല് ഇല്ല. പട്ടിണിയാ? 2 ചാക്കരി ഇന്നലെയും കൂടി ഇവക്ക് തിന്നാൻ ഞാൻ വാങ്ങിച്ചു കൊടുത്തേ ഉള്ളൂ. പക്ഷെ വേറൊരു കാര്യമുണ്ട്. എന്തോന്ന്? ഞാൻ മറ്റേ ചേട്ടന്റെ കാര്യം പറഞ്ഞില്ലേ, ചേട്ടൻ തടസ്സം നിൽക്കും. എന്തോന്നടാ? പ്രേമത്തിന് ചേട്ടനോ അനിയനോ അങ്ങനെ ഉണ്ടോ? വെട്ടിക്കൊന്നിട്ട് പൊക്കോളെ കൊണ്ട് ആണ്ട മിഷന്മാളിരിക്കുമല്ലേ, ഇത് വെച്ചങ്ങ് തീർക്കാം. എല്ലാം കേട്ട് ഞാൻ, എല്ലാം കേട്ട് ഞാൻ. കേട്ടാ? സന്തോഷമായി ചേട്ടൻ കേട്ടത്. എല്ലാം കേട്ട്. എന്തോന്ന്? അതെന്തുകൊണ്ടാ? എന്തോന്ന്? എന്റെ ജീവൻ ഞാനല്ലേ നോക്കേണ്ടത്. ചേട്ടാ ചേട്ടാ എല്ലാം കേട്ട സ്ഥിതിക്ക് ചേട്ടൻ മുന്നിന്ന് വേണം ഈ കാര്യം നടത്താൻ. ദൈവമേ, ജീവിതത്തിൽ ഭർത്താവ് കേൾക്കാൻ പറ്റിയ കാര്യമാണ്. അതിന് കുഴപ്പം ചേട്ടാ. അണ്ണാ, എന്തായാലും അണ്ണ അറിഞ്ഞില്ലയോ, ഇന്ന് വൈകുന്നേരം അണ്ണ ഒരു ടോർച്ചും കൂടി ഉണ്ടെങ്കിൽ നമ്മളൊന്ന് കൊണ്ടാക്കുക വഴി വരെ. ഈശ്വരോ, നാണം ഉണ്ടാണ്. ടോർച്ച് വേണ്ടെന്നേ. വിളക്ക് ഒരു ഓട്ടോറിക്ഷ പിടിക്കുക, രണ്ടുപേരെ അതിനകത്ത് അയക്കുക, ടാറ്റ പറഞ്ഞ വിടുക. നാണം ഉണ്ടാണ് നിനക്ക്? ഇതിനെന്തിനു നാണിക്കണം? ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? നിനക്കിത് സർവ്വസാധാരണം. ഒരു ഭാര്യ ഒരു ഭർത്താവ് മറ്റൊരുത്തന്റെ കൂട്ടത്ത് കയറ്റി വിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നാണക്കേടാണ്. എന്തോന്ന് പറയണത്? നീ എന്റെ കൂട്ടത്ത് പോവാൻ തീരുമാനിച്ചില്ലേടി? ആരുടെ കൂട്ടത്ത്? എന്റെ കൂട്ടത്ത്. ഈ സാധനോ? എനിക്കൊന്നും വേണ്ട. ഞാനതല്ലേ പറഞ്ഞേ. പിന്നെ അണ്ണാ, നമ്മുടെ അങ്കമാടിയുടെ ഫ്രണ്ടിലുള്ള കിങ്ങിണി ഇല്ലേ? എങ്ങനെ? കിങ്ങിണി ഞാനും ഭയങ്കര പ്രേമത്തിലാണ്. അവിടെ ചേട്ട എതിർത്തിരിക്കുന്നത്. അപ്പൊ ഞങ്ങൾ മനുഷ്യ, ഈ ചെറുക്കൻ അവളെ വിളിച്ചോണ്ട് പോകാനാണ് വന്നത്, അല്ല ഇവിടെ പണിക്കൊന്നും വന്നതല്ല. എനിക്കറിയില്ല. നമ്മളൊക്കെ ഒന്ന് ഒന്നിച്ചു കൊടുക്കണ്ടേ മനുഷ്യ? അങ്ങനെയായിരുന്ന? പിന്നെ എങ്ങനെയാ? എന്നാ നിങ്ങൾ നീ ആ കൊച്ചിന്റെ അടുത്ത് എനിക്ക് ആത്മാർത്ഥ സ്നേഹം തന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടം. ഉപേക്ഷിക്കൊന്നുമില്ലല്ലോ? ഇല്ല, ഉപേക്ഷിക്കില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവളും കൂടി അവളെ വീട്ടിൽ പോയി സംസാരിച്ചിട്ട് വൈകുന്നേരം ഞങ്ങൾ നിന്റെ വീട്ടിലോട്ട് വരാം. അയ്യോ, വൈകുന്നേരം നിന്റെ വീട്ടിലോട്ട് അന്ന് എന്നെ കൊണ്ടുവരും. ഇത്ര സന്തോഷം. ഇവിടെ എത്ര വർഷത്തിന് ശേഷം അറിയാം എന്നെ പുറത്തോട്ട് ഇറക്കണത്. നിന്റെ വീട്ടിൽ വരെയാടാ ഞാൻ. ഒറ്റത്തിനുണ്ട്, വലിച്ചിട്ടുണ്ട്, ഞരമ്പൊരു മാമനും ഉണ്ട്. അതിനെ പറയല്ലേ, പറഞ്ഞ അങ്ങനെ വിടൂല. നീ വന്നേ, പഴയതൊക്കെ വിട്. അണ്ണാ, അപ്പൊ ഞാൻ കയറി വെട്ടട്ടാ? നിനക്ക് അതിന് വെട്ട അറിയാമോ? ഇല്ല. പിന്നെ ഞാൻ ആരെങ്കിലും അറിയാന്നുള്ളവരെ കൊണ്ട് വെട്ടിച്ചോളാം. അണ്ണാ, വൈകിട്ട് വീട്ടിൽ എന്റെ അതൊക്കെ എടുത്തോട്ട് ഓടിപ്പോ. അപ്പൊ പഴയതൊക്കെ അണ്ണം മറന്ന. അപ്പൊ ഇനി എന്നെ പുറത്തോട്ടാ കൊണ്ടുപോകല്ലേ? എടി എല്ലാം കൊണ്ടുപോവാ. ഇങ്ങനെയൊക്കെ നല്ല കാര്യങ്ങൾ ചെയ്യണമല്ലോ ഇടയ്ക്ക്. നമുക്ക് പോണ വഴിക്ക് കുറച്ച് പലഹാരങ്ങളെ വാങ്ങിച്ച് നിന്റെ വീട്ടിലും നിന്റെ കൊച്ചന്റെ വീട്ടിലും കുഞ്ഞാമരെ വീട്ടിലും അവിടെ എല്ലായിടം കയറാം. എന്തിന് അഴുക്ക കൂട്ടനായിട്ട് ഞാൻ പറഞ്ഞില്ല. പിന്നെ വേറെ എങ്ങോട്ടെങ്കിലും നമുക്ക് പോയി. എന്റെ വീട്ടിലോട്ട് ഞാൻ പറഞ്ഞില്ലെന്ന്. എന്നാ പോട്ടെ, നമുക്ക് എവിടെ വേണം. ഇല്ലടാ, പോയില്ലടാ. അറിഞ്ഞാ നമ്മൾ ഇതിന്റെ അകത്ത് തൊണ്ടാണ് കാര്യം അറിയാത്തത്. കാര്യം എല്ലായിടത്തും വെള്ളം പൊങ്ങി. അതെനിക്കറിയാലോ. ആൾക്കാരെല്ലാം കൂടി ക്യാമ്പിലോട്ട് പോയി, ആ സ്കൂളിലോട്ട്. എനിക്ക് ക്യാമ്പിൽ പോണം, എനിക്ക് ക്യാമ്പിൽ പോണം. പറഞ്ഞേക്കോണ് മെമ്പർ കൊണ്ടിച്ചെല്ലാം പറഞ്ഞു നിങ്ങളെ കൂടി. ക്യാമ്പിൽ എത്ര പേരുണ്ട്? 1000 കുടുംബമുണ്ട്. 1000? അവിടെ ആണുങ്ങൾ എത്ര ഉണ്ട്? പകുതി മുക്കാലും ആണുങ്ങളാ. അയ്യോ എടി, എന്ത് ഞാൻ ചത്താലും കൂടെ വെള്ളം കയറി നശിച്ചാലും ശരി ഇവളെയും കൊണ്ട് ഞാൻ ആ ക്യാമ്പിൽ വരത്തില്ല. അപ്പൊ എന്റെ ക്യാമ്പ്, എന്റെ കൂമ്പ്. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.